വയനാട്ടിലെ വീടിന്റെ കാശെവിടെ, ആപ്പെവിടെ, ആപ്പിൽ വന്ന പണം എത്ര? ഇതാണ് ഞാൻ പറഞ്ഞ PR തള്ള്. ശ്രീ സരോജ, ഒരു PR തള്ളുമില്ല. കേരളത്തിന്റെ സമഗ്ര വികസനം സംബന്ധിച്ച് ഏത് സംവാദത്തിനും ഇടതുപക്ഷം തയ്യാറാണ്. ഈ രാഷ്ട്രീയ വികസന സംവാദത്തെ ഭയപ്പെടുന്ന നിങ്ങൾ മതം പറഞ്ഞു, ജാതി പറഞ്ഞു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ മുൻനിർത്തിയിട്ട് പലതും പറയുകയാണ്. ഞാൻ ചോദിച്ചു എന്ത് PR തള്ളാണ്? ഞങ്ങള് കഴിഞ്ഞ തവണ അലമ്പാക്കല്ല കഴിഞ്ഞ തവണ 600 കാര്യങ്ങൾ പറഞ്ഞു. ആ 600 കാര്യങ്ങളും ചെയ്ത് കാണിച്ച് അതിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു രാജു പി നായർ. 900 കാര്യങ്ങൾ പിന്നീട് ഒരു ഘട്ടത്തിൽ പറഞ്ഞു. ഇതാ 900 കാര്യങ്ങൾ സംബന്ധിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ കൃത്യമായ രേഖ വെച്ചിട്ടാണ് ഞങ്ങൾ ജനങ്ങളെ സമീപിക്കുന്നത്. അല്ലാതെ വെറുതെ കോൺഗ്രസ്സുകാർ വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒന്നും കൊടുത്തിട്ടില്ല. നിങ്ങളുടെ വയനാട്ടിൽ വീട് ഞാനിവിടെ പല കാര്യങ്ങളും ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഉത്തരവില്ലല്ലോ. വയനാട്ടിലെ വീടിന്റെ കാശെവിടെ, ആപ്പെവിടെ, ആപ്പിൽ വന്ന പണം എത്ര, യൂത്ത് കോൺഗ്രസിന്റെ വീട് എവിടെ? മറുപടി പറയുകയാണെങ്കിൽ പറയാമെന്ന് പറഞ്ഞ കാര്യം രണ്ടാണ്. ഒന്ന്, ആവിഷ്കരിച്ച് നടപ്പിലാക്കി പൂർത്തിയാക്കിയ പദ്ധതി ഒരെണ്ണം പറയണം എന്നുള്ളത്. രണ്ടാമത്തേത് വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട അഭിപ്രായം. പദ്ധതി മാത്രമല്ല, അത് ഞാൻ പറയട്ടെ അല്ലല്ല, വെള്ളാപ്പള്ളി കാര്യത്തില്ല, അതിനെല്ലാം കൃത്യമായ നിലപാട് ഇടതുപക്ഷം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ചോദിച്ച ഉത്തരം പറഞ്ഞിട്ടില്ല. വെള്ളാപ്പള്ളി നമ്മുടെ പാർട്ടിക്കുള്ളിൽ നിൽക്കുന്ന ആളല്ല. വെള്ളാപ്പള്ളി SNDPയുടെ നേതാവാണ്. എന്നാൽ അവരുടെ പാർട്ടിക്കുള്ളിൽ നിൽക്കുന്ന ആളെ കുറിച്ച് എന്താ അവർ പറയാത്തത്? പാർട്ടിക്കുള്ളിൽ നിൽക്കുന്ന ഒരു വക്താവ് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ആ ചാനൽ ചർച്ചയുടെ അവതാരകനെ നോക്കിയിട്ട് സുഡാപ്പിക്കാരൻ SDPക്കാരൻ എന്ന് പറഞ്ഞല്ലോ. അവന്റെ മതം നോക്കിയിട്ടല്ലേ ചാപ്പി അടിച്ചത്? മതം നോക്കി ചാപ്പി അടിക്കുന്നതല്ലേ KPCCയുടെ വക്താക്കള്? കെട്ടിപ്പിടിച്ചല്ലോ. ഞാൻ ഇടപെടുകയാണ്. ശ്രീ PR ശിവശങ്കരൻ പറഞ്ഞതുപോലെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ മുതൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് രാഷ്ട്രീയ ആരോപണങ്ങൾ എന്ന നിലയ്ക്കാണ് ഈ തെരഞ്ഞെടുപ്പിനെയും ഏറെക്കുറെ പാർട്ടികൾ നേരിടാൻ പോകുന്നത് എന്നത് നമുക്ക് വ്യക്തമാണ്.